ഇനി എന്തൊക്കെയാണ് ഫഹദ് കല്യാണിന്റെ അടുത്ത് പഠിച്ചെന്നുള്ളത് ചോദിക്കണം കേട്ടോ. ഉണ്ടാവല്ലോ, ഇതൊരു കൊടുക്കൽ വാങ്ങലാണ്. കല്യാണി എന്തായിരിക്കും ഫഹദ് പഠിച്ചിട്ടുണ്ടാവുക? ഞാൻ ഇവിടെ ചോദിച്ചു നോക്കാം. ഫഹദ് തന്നെ ആൻസർ പറയാം. നമ്മുടെ അടുത്ത് എന്തെങ്കിലും അവരും കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. ഫഹദ് വരുന്നുണ്ട്, ഞാൻ ചോദിച്ചിട്ട് പറയാം. തീർച്ചയായിട്ടും അത് ഹെഡ്ലൈൻ ആയിട്ട് അല്ല, ഈ ഇപ്പം കല്യാണി പറഞ്ഞ പോലെ കല്യാണി തന്നെ വിശ്വസിക്കുകയാണ്, എനിക്ക് ഒന്നും കൂടെ ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരു ആക്ടറെ സംബന്ധിച്ച വലിയ കാര്യം തന്നെയാണ് അല്ലെ. നമ്മൾ എല്ലാവരും ചെയ്യണമെന്നില്ല. അത് കല്യാണി ചെയ്തത് ഒരു സിനിമയോടുള്ള പ്രിയം, ആ സിനിമയോടുള്ള ഒരു യാത്ര, അത് അത്ര ഇഷ്ടപ്പെടുന്നതാണ് കല്യാണി പറഞ്ഞത്. അത് കല്യാണിക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെയാണ് കേട്ടോ, ഒരു മാറ്റമില്ല. അങ്ങനെ ആരും അല്ല, എല്ലാവരും ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് അതൊരു വലിയ ലേണിംഗ് ആണ്. അത് കല്യാണിനെ സംബന്ധിച്ച് ബീങ് എ പ്രൊഫഷണൽ ആക്ടർ, ഒരു വേറൊരു ലൈക്ക് സീനിയർ അല്ലെങ്കിൽ ഒരു ഇൻക്രെഡിബിൾ ആക്ടറിന്റെ ഒരു സാധനം നമ്മൾ പഠിച്ചു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇതിന് ലൈഫ് ലോങ് കല്യാണിക്ക് അപ്ലൈ ചെയ്യാം. അതെ 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 അതെ, അത് തന്നെയാണ് എൻ്റെ സത്യം. വിനയ് എന്താ പഠിച്ച? ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അരിയേഴ്സ് ഉണ്ടായിരുന്നോ? പിന്നെ അതെയോ? കിട്ടിയ ആൻസർ കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. തരുമോ? എന്താ എന്ത് പഠിച്ചു നമ്മള് സിനിമയുടെ ഭാഗമായിട്ട്? എനിക്ക് തോന്നുന്നു ഫഹദ് ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ 4ാമത്തെ 5ാമത്തെ സിനിമ ഒരുമിച്ച്. എനിക്ക് ഭയങ്കര ലേണിംഗ് ഉണ്ടായത് അൽത്താഫിന്റെ അടുത്ത് നിന്നാണ്. കാര്യം അൽത്താഫും ഞാനും പ്രേമത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു വല്ലപ്പോഴും എവിടെയെങ്കിലും വെച്ചിട്ട് ഹായ് ഹലോ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഈ സിനിമയിൽ വർക്ക് ചെയ്തത് എനിക്ക് ഭയങ്കര ലേണിംഗ് ഉണ്ടായി. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു ആസ്വാദകരുടെ ഒരു പൾസ് ഉണ്ടല്ലോ. നമ്മൾ പൊതുവെ ഇപ്പോൾ ഒരു ലൈൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡയലോഗോ അല്ലെങ്കിൽ സീൻ, അപ്പം നമ്മളുടെ ഒരു പേസിലാണ് പലപ്പോഴും സംസാരിച്ചിരുന്നതെങ്കിൽ. അപ്പോൾ ഈ സിനിമയിൽ തന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അൽത്താഫ് എന്നോട് ഒരു കാര്യം ക്ലിയർ ചെയ്തു, ഇതൊരു ആബ്സല്യൂട്ട് കമേഴ്ഷ്യൽ സിനിമയാണ്. അന്ന് അതായത് ഒരു ഫെസ്റ്റിവൽ സിനിമയാണ്, ഇതൊരു മാസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സിനിമയാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും വെക്കാവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ എനർജിയുടെ ഒരു മീറ്റർ ഉണ്ട്, നിങ്ങൾ ഡയലോഗ് ഡെലിവറിക്ക് ഒരു സ്പീഡുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കാര്യം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആസ്വാദകരുടെ അറ്റൻഷൻ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ റീലും പരിപാടിയിലൊക്കെ അറ്റൻഷൻ സ്പാൻ കുറവാണ് ആളുകൾക്ക്. അപ്പം ഈ സിനിമയിൽ കഥാപാത്രം പെർഫോം ചെയ്യേണ്ട ഒരു മീറ്ററും ആ ഡയലോഗ് ഡെലിവറിയുടെ സ്പീഡും അല്ലെങ്കിൽ ഇയാളുടെ ഒരു ബോഡിയിൽ അങ്ങനെ ഒരുപാട് ഒരു ഗിവ് ആൻഡ് ടേക്ക് ഞങ്ങൾ തമ്മിൽ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ലേണിംഗ് ആണ്. ഇപ്പം ഞാൻ വേറൊരു സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സിനിമയിൽ ഞാൻ കോട്ട് ചെയ്യുമല്ലോ പല കാര്യങ്ങൾ. അതൊരു കമേഴ്ഷ്യൽ സിനിമയാണ്, പക്ഷെ ചെറിയ സിനിമയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ഞാൻ അൽത്താഫിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. കാര്യം സ്പീഡ് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അപ്പം എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ലേണിംഗ് കല്യാണി പറഞ്ഞ പരിപാടിയൊക്കെ ഞാൻ പണ്ടേ ഫഹദിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഞാൻ മാലിക്കൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഫഹദ് തന്നെ കളിയാക്കും. അതായത് നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഞാൻ അത്ര വലിയൊരു ഫിലിം മേക്കറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഷോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ മോണിറ്റർ നോക്കാറില്ല. പുള്ളി ഓക്കെ പറഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ ഫഹദ് തന്നെ കളിയാക്കിയപ്പോഴോ കളിയാക്കിയാട്ടോ, സീരിയസ് ആയിട്ടല്ല, തൻ്റെ ലെവൽ ഓഫ് കോൺഫിഡൻസ് എനിക്ക് വേണോടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ ഫിലിം മേക്കറിന്റെ കോളിൽ നിൽക്കുകയാണ്. ഫിലിം മേക്കറിന് ഓക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ അവിടെയും ഒരു ബെറ്റർമെന്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഒരു പക്ഷേ നമുക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പൊ അത് ഞാൻ പണ്ടേ പഠിച്ച കാര്യമാണ്. ഈ സിനിമയിലെ ഏറ്റവും വലിയ ലേണിംഗ് എന്നെ സംബന്ധിച്ച് അൽത്താഫാണ് ഹീറോ. അങ്ങനെ നിൽക്കട്ടെ. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസോണം. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.